ഇങ്ങനെ കാണുന്നില്ലല്ലോ ദൈവം. പള്ളി കഴിഞ്ഞ് വന്നിട്ട് 4 മണിക്കൂർ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ ഞാൻ ചോറുണ്ടാക്കി കറികളും ഉണ്ടാക്കി. ഇങ്ങനെ അവിടെ എന്തോ എടുക്കുവാ. നന്ദിങ്ങി വരട്ടെ. നന്ദിയോടെ തീരുന്നു സദാ വന്ദനം ചെയ്തിടുന്നു. ഇതെല്ലാം പണികൾ കിടക്കുന്നത്. ഞാനേ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്നത് എൻ്റെ കുടുംബമില്ലാതെ. നിങ്ങൾ എവിടെ ആയിരുന്നു മനുഷ്യ എത്ര നേരം? കമ്മിറ്റി പോകുന്ന ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോയി. ഒരു കമ്മിറ്റി ഇതൊക്കെ എന്നും കമ്മിറ്റി കൂടുന്നോ? ഈ പുതിയ അമ്മക്കാരോ എന്നും കമ്മിറ്റി മീറ്റിംഗ്. അത് കൊള്ളാനോ. എന്തായിരുന്നു അവിടുത്തെ ഒരു വിഷയം? അതെ, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കമ്മിറ്റി പറയുന്ന കാര്യമൊന്നും ആരോടും പ്രത്യേകിച്ച് പറഞ്ഞു. അയ്യോ, അത് ഭാര്യയോട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നേ. എന്തായിരുന്നു അവിടുത്തെ ഒരു വിഷയം? ശോശാമേ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഭാര്യമാരോട് പോലും പറയുന്നത്. എൻ്റെ മനുഷ്യ, അതിലെ വിശദ വിവരങ്ങളൊന്നും എനിക്ക് അറിയണ്ട. ഭാര്യമാരോട് പറയുന്നല്ലേ, ഭാര്യയോട് പറയാനല്ല. എന്തായിരുന്നു അവിടുത്തെ വിഷയം? ആരോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. ഈ വർഷം നമ്മുടെ ശിവജൂലി ആവശ്യം 25 വർഷമായിരുന്നു പള്ളി ഉണ്ടായിട്ട്. അപ്പൊ ഞങ്ങൾ കമ്മിറ്റിക്കാരെല്ലാം കൂടെ തീരുമാനിച്ചു 25 നല്ല കാര്യങ്ങൾ ചെയ്തേക്കാം. അപ്പോ ഇതുവരെ നല്ല കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് ചുരുക്കം. ഇത്ര പുച്ഛം ഞങ്ങൾ ഓർത്തഡോക്സുകാർ ചെയ്യുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല. ഞങ്ങൾ പരമ്പരാഗതമായ ഭക്തമാസികയുടെ പുണ്യം സത്യം പിൻഗാമികളാണ് കേട്ടോ. അത് അതെങ്ങനെയാ? അതൊക്കെ അറിയണമെങ്കിൽ നല്ല ഓർത്തഡോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജനിച്ചു വരണം. അല്ല, ഈ ഓർത്തഡോക്സിൽ നല്ല കുടുംബക്കാരൊക്കെ ഉണ്ടോ? പിന്നെ എല്ലാത്തിനും മനുഷ്യൻ നിങ്ങൾ എന്നെ ഈ 10 മണിക്കാരിയായി എന്നെ വന്ന് കെട്ടിയത്? ഒരു ആർക്കും ഒരു അബദ്ധം പറ്റത്തില്ലേ? കല്യാണ സമയത്താണ് അപ്പൻ എന്തോ പ്രതിജ്ഞാൻ മോനേറെ കൗതരാം മോനേറെ കിതരാം കിട്ടിയത് ആകെപ്പോടെ ഇറങ്ങണം. അല്ലേലും എൻ്റെ അപ്പച്ചൻ അന്ന് പറഞ്ഞതാ ഈ കുടുംബത്തിൽ കൊണ്ട് കെട്ടിക്കണ്ടെന്ന്. അമ്മച്ചിക്കായിരുന്നു ഒരേ ഒരു നിർബന്ധം. നല്ലൊന്നാമതൊരു ഓർത്തഡോക്സ് കുടുംബക്കാരൻ, നല്ല സുന്ദരനാ, നല്ല സ്വഭാവം. എന്നിട്ടൊക്കെ കണ്ടില്ലേ? അതുകൊണ്ട് നീ ഓസ്ട്രേലിയ വന്ന് സുഖമായിട്ട് ജീവിക്കുന്നു. അല്ലെങ്കിൽ നാട്ടുകാരുടെ പട്ടാളത്തിൻ്റെ ഇടിയും തൊഴിയും കിടന്നു അവിടെ കിടന്നേനെ. അല്ലേലും നിങ്ങൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ല. അതെ, എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോഴേ എന്തെല്ലാം പറഞ്ഞാ കൊണ്ടുവന്നു. ശാശാമേ, നിന്നെ ഞാൻ ഇത് കാണിക്കാം, നിന്നെ ഞാൻ ഇത് കാണിക്കാം. എന്നിട്ടോ എന്താ കാണിച്ചത്? ആ കാട്ടിൻ്റെ ഉള്ളിൽ 3 മല നിൽക്കുന്നതാ ഇത്രയും കാലമായിട്ട് കൊണ്ട് കാണിച്ചത്. അതൊക്കെ വെറും മല. ഈ ഓസ്ട്രേലിയ സിഡ്നിയിലെ ആൾക്കാരെ ടൂറിസ്റ്റുകളെ കൊണ്ട് എന്തിനാണെന്നറിയാമോ? അതായത് പ്രീ സിസ്റ്റേഴ്സുള്ള ഭൂമണ്ടയിൽ കൂടെ കാണാൻ. ഇവർക്ക് അത് വെറും കാടും മലയും. പിന്നെ ഇതിനേക്കാളും വലിയ മലയുള്ള നാട്ടിൽ നിന്നാണ് ഞാൻ വന്നത്. ബുദ്ധിയില്ലാത്ത സ്ത്രീകളെ കൊണ്ട് മുക്തി കിട്ടുമോ? അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, അറിയാമോ? അയ്യോ, എൻ്റെ മനുഷ്യ, അത് ഉൽപ്പത്തി പുസ്തകത്തിലല്ല, അത് മത്തായിയുടെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്. അത് എവിടെയെങ്കിലും പറയുന്നുണ്ടല്ലോ. അതെങ്ങനെ നിങ്ങൾ ഓർത്തഡോക്സുകാർക്ക് ബൈബിൾ വായനയില്ലല്ലോ? അതെന്താണ് ഇനി അങ്ങനെ പറയുന്നത്? നിങ്ങളുടെ അമ്മച്ചി പറയുമായിരുന്നു. അമ്മച്ചി എന്താ പറയുന്നത്? നിങ്ങളുടെ അമ്മച്ചി പറയുമായിരുന്നു, അതെ പണ്ടേ നിങ്ങളുടെ മക്കളെയൊക്കെ പേടിച്ച് അമ്മച്ചി പൈസയെല്ലാം കൊണ്ട് പാത്ത് വെച്ചിരുന്നത് വേദപുസ്തകത്തിലായിരുന്നു. കാര്യം നിങ്ങളുടെ വീട്ടിൽ ആ ഒരു പുസ്തകമല്ലേ ആരും തുറക്കാതിരുന്നിട്ടുള്ളൂ. ഈ അമ്മച്ചിമാരെയും കൊണ്ട് തോറ്റു. നിനക്ക് സംശയം ഉണ്ടെങ്കിൽ വിവരമുള്ള ആരെങ്കിലും പള്ളിക്കാരോട് വരിക. അടുത്ത ആഴ്ച പള്ളി പോകും. പള്ളിയിലിപ്പം വിവരമുള്ളവരാണ്. നമ്മുടെ കമ്മിറ്റിയിൽ ഇപ്പം പോയ കമ്മിറ്റിയിലെ സെക്രട്ടറി ബൈബിൾ നല്ല നിശ്ചയം. പിന്നെ ഒരു കാര്യമുണ്ട് ശേഷമേ, അതിൻ്റെ അഹങ്കാരമൊന്നും ആ പുള്ളിയുടെ മുഖത്തില്ല കേട്ടോ. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ പുള്ളിയുടെ ചിരി ഭയങ്കര ഇഷ്ടമാണ്. അല്ല, MMSൽ എപ്പോഴും റാങ്ക് വാങ്ങിക്കുന്ന ഒരു ആൻറ്റി, ആ ആൻറ്റിയോട് ചോദിക്കാമെന്ന് പറയായിരുന്നു ഞാൻ. സമയം ഒരുപാടായി, വല്ല കഴിക്കാം. വിഷമത്താണ് വയ്യ. എന്നാൽ അച്ചായനെ പാട്ട് പാടും. അതൊരു പാട്ട് പാടാനിരിക്കേ
അതിരാവിലെ തിരുസന്നിധി അണയുന്നൊരു നിർത്ത, അത് രാവിലെ പാടുന്ന പാട്ടാ. പാട്ടിന് സമയമോ? പിന്നില്ലേ, രാത്രി പാടുന്നതാണോ രാവിലെ പാടുന്നത്? എന്നാ ഈ പാട്ട് വേണം, നീ ബൈബിൾ വായിക്കും. ഞാൻ ബൈബിള് വായിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അത് കർത്താവ് എന്തായാലും എന്നെക്കുറിച്ച് പറഞ്ഞതായിരിക്കും. നേരം വെളുക്കുന്ന 5 മണിക്ക് എണീറ്റാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നാട് ഓടിയുന്നിടം വരെ പണി. തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. അത് ഇങ്ങനെ കുറിച്ച് തന്നെ പറഞ്ഞതാ. കണ്ടില്ലേ, ബൈബിൾ എടുക്കുമ്പോൾ തുടങ്ങും കൂർക്കം വലിക്കാൻ. അയ്യോ, ഇങ്ങനൊരു മനുഷ്യൻ. അച്ഛാ, ആരും കഥകൾ മുട്ടുന്നു. അയ്യോ, അച്ഛൻ ആരുടെ അച്ഛൻ? പള്ളിയിലെ അച്ഛൻ. പള്ളിയിലച്ഛൻ ഈ നേരത്തോ? അയ്യോ, ഇവിടെ ഇല്ല. എപ്പോഴും നോക്കിയാൽ ഈ വീട് വൃത്തിയായി കിടക്കത്തില്ല. ഒന്നും അടുക്കി പത്തി വെച്ചാൽ. അയ്യോ, അച്ഛനോ? പേര് വായിച്ചാ ഞാൻ എത്ര നേരമായിട്ട് പ്രവർത്തിച്ചു. അച്ഛൻ താൻ ചെയ്യുന്നേരത്ത് ആ, അതൊരു കഥയാണ്. ഞാനൊരു 2-3 വീട്ടിൽ കയറേണ്ടി വന്നു. അപ്പൊ ഞാൻ സംസാരിച്ച് സമയം പോയതാണ്. അതുകൊണ്ട് ഇത്ര നേരമായി പോയത്. അച്ഛൻ്റെ കുപ്പായത്തിന് ഇച്ചിരി ഇറക്കം കുറവാകുമോന്നൊരു തോന്നൽ. അതൊരു കഥയാണ്. എൻ്റെ പെങ്ങളും കുടുംബവും നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ പെങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്ന കുപ്പായം അത് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ഇച്ചിരി നീളക്കൂടും. അത് ഇട്ടുകൊണ്ട് പള്ളിയിൽ പോയ കമ്മിറ്റിക്കാരെ എന്നെ കളിയാക്കും. അതുകൊണ്ട് ഇനി ഞാൻ കൊച്ചമ്മയോട് പോയി പറഞ്ഞു, ഓക്കെ ഇതിൻ്റെ ഒരു 2 ഇഞ്ച് ഒന്ന് കുറയ്ക്കാം. ഓക്കെ, പക്ഷെ കൊച്ചമ്മ പറഞ്ഞു ഓക്കെ ചേച്ചി കുടുംബമല്ല ഇല്ല, വീട്ടിൽ ഒത്തിരി പണിയുണ്ട്, സമയമില്ലല്ലോ. പിന്നെ ഞാൻ മൂത്ത മോളോട് പോയി ചോദിച്ചു. അവളാണെങ്കിൽ നല്ലോണം തയ്ക്കുകയും ചെയ്യും. അവൾക്ക് കഴിഞ്ഞ ബോക്സിംഗ് ഡേക്ക് ടൈൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്തു. അവള് പറയുന്നത് അവൾക്ക് യൂണിവേഴ്സിറ്റിയുടെ അസൈൻമെന്റ് ചെയ്യാനുള്ള സമയമാണ്. അപ്പം പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് പള്ളിയിൽ തപ്പിയാരോട് ചോദിക്കാൻ. ഞാൻ പള്ളിയിൽ പോയപ്പോഴത്തേക്ക് പിന്നെ കൊച്ചമ്മയ്ക്ക് ഒരു മനസ്താപം. അച്ഛൻ ഇതും കൊണ്ട് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നാണക്കേടല്ലേ എന്ന് വെച്ചിട്ട് കൊച്ചമ്മ ഒരു 2 ഇഞ്ച് കുറച്ചു. എന്നിട്ട് അവൾ തിരിച്ചു വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മൂത്ത മോൾക്ക് വിചാരിക്കുന്നു അയ്യോ ഡാഡി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഞാനല്ലാതെ ഡാഡി ചെയ്യുന്നതിന് അവളും 2 ഇഞ്ച് കുറച്ചു. അപ്പൊ അവർ രണ്ടുപേരുടെ സ്നേഹം കാണുന്ന ബ്ലോഗ് ചെയ്യും പരിപാടി. എൻ്റെ കറിയോട് പറയാൻ ഞാൻ നന്നായി, അല്ലെങ്കിൽ 2 ഇഞ്ചിന് ഓരോ 5 ഇഞ്ചായി കുട്ടി. പിന്നെ പെങ്ങൾ കൊണ്ടുവന്നതല്ലേ, അതുകൊണ്ട് പിന്നെ ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇട്ടുകൊണ്ട് കിടക്കുന്നു. പിന്നെ വേറെന്തോ അച്ഛൻ ഞങ്ങൾ ഊണ് കഴിക്കാൻ തുടങ്ങുമായിരുന്നു. വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. ഊണൊന്നും വേണ്ട. ഞാൻ 3 വീട്ടിൽ നിന്ന് ചായയും കടിയും പോയി ചാപ്പാടെ വേറെ പിന്നെ ഞാൻ വന്ന കാര്യം പറയാൻ പറഞ്ഞു. സമയം കുറേ ആയല്ലോ. നമ്മുടെ പള്ളിയിൽ സിൽവർ ജൂബിലി നടക്കുവാണ്. ഓക്കെ, ആ സിൽവർ ജൂബിലി പ്രമാണിച്ച് ഈ പ്രാവശ്യം പ്രത്യേക അവാർഡ് കൊടുക്കാൻ അത് 25 വർഷം മാതൃകാ ദമ്പതികളായിട്ടുള്ളവർക്ക് വേണ്ടി ഒരു അവാർഡ് കൊടുക്കും. അപ്പൊ അതിന് നിങ്ങളാണ് ഞങ്ങൾ അർഹരായിട്ട് ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അത് പറയാൻ വേണ്ടിയാണ് വന്നത്. ഞാൻ നാട്ടിലോട്ടൊക്കെ ഒന്ന് വിളിച്ച് പറയട്ടെ. എന്തോ അച്ഛൻ അത് കേട്ടിട്ട് ഒരു സന്തോഷമില്ല മോഹത്ത്. എന്നാലും എന്തോ ഒരു വിഷമം പോലെ. അച്ഛൻ ആരോടും പറയരുത്. എനിക്ക് അച്ഛനോട് സത്യം പറയാനുണ്ട്. ഈ കാണുന്നൊന്നുമല്ല അച്ഛൻ ഞങ്ങളുടെ ജീവിതം. അച്ഛനിത് പരമസീക്രട്ട കുപ്പസാരത്തിൽ നിൽക്കുന്ന പോലെ ആരോടും പറയാതിരിക്കണം. അച്ഛൻ ഞങ്ങൾ കല്യാണം ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തിലായിരുന്നു. ഒരു പ്രശ്നമില്ല, നല്ല സന്തോഷത്തിൽ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ 2 പേരും ജോലിക്ക് പോയി. വൈകിട്ടൊക്കെ വരുമ്പോൾ ജോലിയുടെ ടെൻഷൻ കൊടുത്തു കേട്ടോ. ഓരോരോ നിസ്സാരങ്ങൾക്ക് ദേഷ്യം കളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ട് വാക്കുതർക്കമായി.
എന്ത് പറയുന്നത് വെച്ചാൽ എന്നും വഴക്കേ അങ്ങോട്ടൊക്കെ തർക്കമാണ്, എല്ലാമൊന്നുമില്ല. ആർക്കും ഒന്നും ഇഷ്ടപ്പെട്ടു, ഒരു സമാധാനമോ ഇല്ല. അപ്പം ഞാൻ തീരുമാനിച്ചു, ഞങ്ങൾ രണ്ടുകൂടെ തീരുമാനിച്ചു, ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ കുടുംബജീവിതം ശരിയാവുന്നില്ല. ഒരു തീരുമാനം എടുത്തിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്ത് വൈകിട്ടാണ് ഈ വഴക്ക് പറഞ്ഞു. നമ്മളിൽ ആര് വഴക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു അവർ പുറത്ത് പോയി കിടന്നോണം. പക്ഷേ അത് കുട്ടി കിടന്നോണം. മനസ്സാന്തരപ്പെട്ട് കൊണ്ടുവാണെങ്കിൽ ഓക്കെ പുറത്തു, അല്ലെ പുറത്ത്. പക്ഷെ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു. കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ പുറത്ത് വെള്ളില കിടക്കുന്നത്. സങ്കടമാണല്ലോ കേൾക്കാൻ വേണ്ടി വെച്ചത്. അമ്മമ്മ എന്ത് പറയുന്നു? പക്ഷെ അച്ഛനോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു ആശ്വാസം. അറിയാൻ പറ്റും, ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ദയവായിട്ട് അതിനെ കൂട്ടി വരുത്തുക. ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞ് ഒരു ഇല്ലാതിരിക്കും. ഇപ്പം മനസ്സിനൊരു ആശ്വാസം, ഞങ്ങൾക്കൊരു മനസ്സാന്തരം കിട്ടിയതുപോലെ. ഇനി ഞങ്ങൾ ഒരിക്കലും വഴക്കിടത്തില്ല. കാരണം അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദയവായിട്ട് പ്രാർത്ഥിക്കണം. പിന്നെ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തില്ല, പരസ്പരം നല്ലതായിട്ട് ജീവിച്ചാൽ. അച്ഛാ, ഞങ്ങൾ ഇതുവരെ മനുഷ്യരുടെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു അവാർഡ് ഞങ്ങൾക്ക് വലിയൊരു പ്രചോദനമാണ്. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാത്ത അതുപോലെ തെറ്റ് ചെയ്യാത്തവരായ മനുഷ്യരില്ല. നിങ്ങളിങ്ങനെ തെറ്റുകൾ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പരസ്പരം അത് ഏറ്റു പറയുകയും ചെയ്യും. ഒരു നല്ല കുടുംബം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രശ്നങ്ങളില്ലാത്ത കുടുംബമാണ്. പക്ഷെ പ്രശ്നവും പ്രയാസവും കുറ്റവും കുറവും വരുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ക്ഷമിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു സന്തുഷ്ട കുടുംബം ഉണ്ടാകുന്നത്. ഇപ്പം നിങ്ങൾ ആ സന്തുഷ്ട കുടുംബമാണ്. അപ്പം ഈ അവാർഡിന് ഏറ്റവും യോഗ്യരായത് നിങ്ങൾ തന്നെ. താങ്ക് യു അച്ഛാ. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എല്ലാ കുർബാനയിലും ഞാൻ നിങ്ങളുടെ പേര് ഓർക്കും പ്രാർത്ഥിക്കണം. നിങ്ങൾ വിഷമിക്കില്ല. അപ്പം ഞാൻ എത്ര വൈകുന്നേരമായില്ല, ഞാൻ പതുക്കെ ഇറങ്ങും. താങ്ക് യു അച്ഛാ. എൻ്റെ ദൈവത്തിനനുസരിച്ച് നിങ്ങളോ? സോറി ചേച്ചി, ഞങ്ങൾ ഒരിച്ചിരി ലേറ്റ് ആയിപ്പോയി കേട്ടോ. അയ്യോ, അച്ഛൻ അവിടെ ഉണ്ടായിരുന്നോ? കണ്ടില്ല. നിങ്ങളെന്താ ഇവിടെ? ഇപ്രാവശ്യത്തെ ജൂബിലി എന്ന് വിളിച്ച് ഞങ്ങളൊരു ഫുഡ് സെയിൽ നടത്താൻ പ്ലാൻ ചെയ്തു. ചേച്ചി ഞങ്ങൾക്ക് ഒരു 5 ലിറ്റർ സാമ്പാർ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നു. അയ്യോ, 5 ലിറ്ററോ 10 ലിറ്ററോ ഉണ്ടാക്കി കൊണ്ടുതരാം. സാമ്പാറോ? അതെന്ത് പറ്റി? മുരിങ്ങത്തണ്ട് സാമ്പാർ ഉണ്ടാക്കാനാ? അതെന്ത് പറ്റി? നിങ്ങൾ അറിഞ്ഞില്ലേ അന്നേരം? ഇന്ന് ഈ ഓസ്ട്രേലിയയിൽ മുരിങ്ങക്ക എടിമ വാനാണ്. അതെന്താ പറ്റിയത്? അറിഞ്ഞില്ലല്ലോ. അതൊന്നും പറയണ്ട. നമ്മൾ മലയാളികൾ എഴുതുന്നാലും പ്രശ്നമല്ലേ. ഒരു മലയാളി, അയാളുടെ മാനേജർ ഓസ്ട്രേലിയനാണ്. ഇയാളെന്നും വെജിറ്റേറിയൻ കൊണ്ട് നല്ല ടേസ്റ്റ് മണമായിട്ട് നല്ലതാണ്. എനിക്ക് പറഞ്ഞു, എനിക്ക് വെജിറ്റേറിയൻ ഇഷ്ടം, ഒത്തിരി ഇഷ്ടമാണ്. വീട്ടിൽ വിളിച്ചു, ഫുഡ് കൊടുത്തു. സാമ്പാർ കണ്ടപ്പോൾ ഓസ്ട്രേലിയ ഭയങ്കര സന്തോഷം, മണമൊന്നുമില്ല. അയാൾ വെജിറ്റോട് എടുക്കുകയാണ്. വീട്ടിൽ പിഴിഞ്ഞതൊരു മുരിങ്ങയുടെ മുരിങ്ങക്കായ അത് സ്റ്റോക്ക് ചെയ്തു. ഉടനെ ആംബുലൻസ് വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവര് ഡോക്ടേഴ്സിൻ്റെ എടുത്തു കളഞ്ഞു. ഈ സാധനം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതെന്താ, നമ്മുടെ മലയാളിയൊന്നുമില്ലല്ലോ. അവരത് ലാബിലയച്ച മുരിങ്ങക്ക അതോടുകൂടി ബാൻ. ഇനി എത്താന്നാളവിടെ കരിയാപ്പല ബാൻ ചെയ്തു. അപ്പോൾ ഇനി അടുത്ത ഓണത്തിനൊക്കെ സാമ്പാറില്ലാതെ മുരിങ്ങയ്ക്ക ഇല്ലാതെ സാമ്പാർ ഉണ്ടാക്കണം അല്ലേ? നമുക്ക് ഈ അടുത്ത സാധനങ്ങളെ കുറിച്ച് ആലോചിക്കാം ചേച്ചി. പിന്നെ അമ്മാമ്മ, സിൽവർ ജൂബിലിക്ക് നമ്മളൊരു കോലുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അമ്മാമ്മയുടെ പേര് അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞതാണ് നിങ്ങളുടെ കോലുകളി ഒന്നും കാണാനുള്ള ശേഷി ഇല്ല എന്ന്. പക്ഷെ MMS സാർക്ക് ഒറ്റ നിർബന്ധം, കോലുകളി തന്നെ നടത്തുന്നു. ഓ, അത് ഇന്ന് മുഴുവൻ പ്രാക്ടീസ് ആയിരുന്നു അമ്മമ്മേ. ഒരു കോല് കൊണ്ട് കൈ മുറിഞ്ഞത്. ഈ പ്രാവശ്യം ഇവർക്ക് വരാനൊക്കത്തില്ല കേട്ടോ. കാരണം പ്രാക്ടീസിന് വരാനൊക്കത്തില്ല. അതുകൊണ്ട് അവളെ അവോയ്ഡ് ചെയ്യണം. ഞങ്ങളൊരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ടൂറോ? എങ്ങോട്ട്?
അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇല്ലാതെ ഈ പ്രാവശ്യം ചെയ്യണം കേട്ടോ. ഞങ്ങൾ ചേച്ചിയെ മിസ് ചെയ്യും കേട്ടോ. പക്ഷേ എന്നാലും നിങ്ങൾ ടൂറൊക്കെ എൻജോയ് ചെയ്തിട്ട് വരിക. ഹാപ്പി ജേർണി. താങ്ക് യു. ശോശാമേ, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. നമ്മുടെ ദുഃഖവും പ്രയാസവും ഇങ്ങനെ ഉള്ളപ്പോൾ മറ്റുള്ളവരോടൊന്നും പറയണം. പണ്ട പകരുന്നേരത്തെ പക്ഷെ നമ്മുടെ ഈഗോ അനുവദിച്ചില്ല. അതുകൊണ്ട് പക്ഷെ എല്ലാവരും പറഞ്ഞിട്ട് എന്തിനു വേണ്ടി സപ്പോർട്ട് കൊടുക്കുകയാണ്. നിനക്കറിയത്തില്ല, ഇസ്രായേലിലും അമേരിക്കയിലും തമ്മിൽ യുദ്ധം ഉണ്ടായപ്പോൾ മോശമായിട്ട് കഴിക്കുകയാണെന്നുണ്ട്. അപ്പോൾ അത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ദൈവം അഹറോനെയും പൂർണിനെയും അയച്ചു. അങ്ങനെ അവിടെ അവർ ജയിച്ചു. അങ്ങനെ ശക്തി എത്തി മോശയുടെ കയ്യിൽ. ഇവിടെ നമുക്ക് ശക്തി തരാനായിട്ട് ദൈവം അച്ഛനെ അയച്ചു അല്ലേ? അപ്പം നമ്മൾ എല്ലായ്പ്പോഴും ദൈവത്തോട് സ്നേഹം സന്തോഷമായിട്ട് ജീവിക്കുക. ഇനി വഴക്കില്ല. ഓക്കെ, നീ പോയി ചോറ് നമുക്ക് കഴിക്കാം. അച്ഛാ നമ്മൾ ഒത്തിരി നാളായില്ലേ ഒന്നിച്ചൊരു ഊണ് കഴിച്ചിട്ടുണ്ടോ? കേട്ടെന്നിരിക്കട്ടെ. അയ്യോ അച്ഛാ, ഇനി എന്തിനാ അത് ബെഡ്? ഓ 15 വർഷമായിട്ടുള്ള അച്ഛാ